ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം LP UP എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് SCRT NCERT ടെക്സ്റ്റ് ബുക്സ് പഠിക്കണം അല്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ SCRTയുടെ ടെക്സ്റ്റുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 5ാം ക്ലാസ്സിൻ്റെ സയൻസ് ടെക്സ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ളാണ്. കുറച്ച് ലെന്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കണ്ടിരുന്നാൽ മതി, എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒറ്റയല്ലൊരു ജീവിയും, അതാണ് ചാപ്റ്ററിൻ്റെ നെയിം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പഠിച്ചു പോവുകയാണേ. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രത്തിലെ പക്ഷി ഏതാണ്? ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ഈ പക്ഷിയെ സാധാരണ എവിടെയാണ് കാണുന്നത്? എന്താകും അതിന് കാരണം? അപ്പോൾ ഒരു പടം തന്നിട്ട് ആ പക്ഷി ഏതാണ്, അതിൻ്റെ ഭക്ഷണം എന്താണ്, ഇതെവിടെയാണ് ഈ പക്ഷീനെ കാണുന്നത്, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പോൾ നീലപ്പൊന്മാനെയാണല്ലേ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. എന്താ? നീലപ്പൊന്മാനാണ്. അപ്പോൾ ഈ നീലപ്പൊന്മാൻ എന്ന് പറയുന്നത് നദികളുടെ തീരത്തോ ഇല്ലെങ്കിൽ കുളക്കരയിലോ ഒക്കെ കാണുന്ന മാളങ്ങളിലൊക്കെയാണ് ഈ ഒരു നീലപ്പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പം വെള്ളമുള്ള സ്ഥലങ്ങൾ, അതായത് നീലപ്പൊന്മാൻ മീൻ പിടിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ നദി ഇല്ലെങ്കിൽ കുളത്തിൻ്റെയൊക്കെ അടുത്തുള്ള മാളത്തിലൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ നീലപ്പൊന്മാൻ താമസിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. മേ ബി ക്വസ്റ്റ്യൻ ആയിട്ടല്ലോ ചോദിച്ചാലോ. ഓക്കെ, ഇനി പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം ഏതെല്ലാമാണ്? ഇപ്പോൾ ഓരോ ജീവികൾ കഴിക്കുന്ന ആഹാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആടിൻ്റെ പ്രധാന ആഹാരം എന്ത്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആടിൻ്റെ പ്രധാന ആഹാരം നമ്മൾ പുല്ലും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? അപ്പോൾ ഈ പറഞ്ഞ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ് ആട് പോലുള്ള ജീവികളൊക്കെ കഴിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വച്ചേക്കുന്നത്. ദെൻ അതുപോലെ കഴിക്കുന്ന വേറെ ഏതൊക്കെ ജീവികളുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമായിട്ട് ഇവിടെ മുയൽ, മാനൊക്കെ തന്നിട്ടുണ്ട്, കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ദെൻ വാസസ്ഥലവും ആഹാരവും. ചിത്രം ശ്രദ്ധിക്കൂ. ചിത്രമുണ്ട്, ഒരു വയലോരം തന്നിരിക്കുന്നല്ലേ. അടുത്തൊരു പുഴയുണ്ട്, അവിടെ ഒരുപാട് കൊക്കുണ്ട്, മീനുണ്ട്, തവളയുണ്ട്, പാമ്പുണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് പോയേക്കാണ്, അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ കാക്കയുണ്ട്, അതേപോലെ ഒച്ചുണ്ട്, ആമയുണ്ട്, ഞണ്ടുണ്ട്, പുൽച്ചാടിയുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികൾ തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിലുള്ള ജീവികൾ ഏതെല്ലാമാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവി, സസ്യങ്ങൾ കഴിക്കുന്ന ജീവി ഏതൊക്കെയാണെന്നുള്ളതും ഇത് നോക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് പുൽച്ചാടി ഉണ്ടല്ലേ. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ചെറു മീനുകളെ ആഹാരമാക്കുന്ന ജീവി ഏതൊക്കെയാണെന്ന് പറ്റി ചോദിച്ചിട്ടുണ്ട്. പടവും തന്നിട്ടുണ്ട്, കൊക്ക് കഴിക്കുന്നത്, അങ്ങനെ ഓരോരോ എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറു മീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു. അപ്പം മീനുകൾ ചെറിയ സസ്യങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വലിയ മീനുകൾ ആ ചെറിയ മീനുകളെ കഴിക്കുന്നു. കൊക്കുകൾ ആ മീനുകളെ ആഹാരമാക്കുന്നു. അതേപോലെ വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാൻ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ സസ്യം കഴിക്കുന്നത് ചെറുമീനുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇവിടെ ഇവർക്ക് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്ത് ആ ഒരു പടം നോക്കി ഫില്ല് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവർക്ക് കൊടുത്തേക്കുന്നത്. ഇനി കണ്ണി ചേർത്ത്. മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കും. അങ്ങനെ ഇവിടെ ഒരു ഫുഡ് ചെയിനിലേക്കാണ് ഇവരെ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലകം. അപ്പം നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പം ജീവികളുടെ ആ ഒരു പരസ്പര ബന്ധത്തിനെയാണ് ഫുഡ് വെബ് അഥവാ ആഹാര ശൃംഖലാജാലം. മലയാളം ഓർത്തിരിക്കുക, ആഹാര ശൃംഖലാജാലം. നമുക്ക് മലയാളമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ മലയാളം ഓർത്തിരിക്കുക. എന്താണ്? ആഹാര ശൃംഖലാജാലം അല്ലേ. അപ്പം അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ആഹാര ശൃംഖലാജാലം.
ഫുഡ് വെബ്. ഓക്കെ, ഇനി ശൃംഖലകൾ കടലിലും. മലയാളം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ വായിക്കണം. നമുക്ക് വായിക്കാം. കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. സ്രാവ്, മത്തി, മീനുകൾ, കടലാമ, പ്ലവകങ്ങൾ, അതായത് ആൽഗേസും കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ കടലിലും നമ്മളിപ്പം ഈ കുളത്തിലൊക്കെ കണ്ട സാധനം തന്നെ കടലിലും ഈ പറഞ്ഞ ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖല. എന്തായിരുന്നു ആഹാര ശൃംഖല? മലയാളത്തിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മൾ പഠിക്കണം. ആഹാര ശൃംഖല ജാലം. ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ ആഹാര ശൃംഖല ജാലം, അത് കടലിലും ഉണ്ടെന്നാണ് പറയുന്നത്. സ്രാവ് വരുമ്പോൾ സ്രാവ് കഴിക്കുന്നത് കണവ, ചെറിയ മീൻ, കടലാമേനെയൊക്കെ കഴിക്കും. മത്തിയാണെന്നുണ്ടെങ്കിൽ ചെറിയ മീനുകളെയും പ്ലവകങ്ങളെയും കഴിക്കും. കടലാമയാണെന്നുണ്ടെങ്കിൽ സസ്യഭാഗങ്ങളും ചെറിയ മീനുകളെയും, ചെറിയ മീനുകളാണെന്നുണ്ടെങ്കിൽ പ്ലവകങ്ങൾ, അതായത് ആൽഗേസിനെ. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. നമ്മുടെ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്ന ചെറിയ ചെറിയ സസ്യങ്ങളാണ് എന്ത്, ഈ ആൽഗേസൊക്കെ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. അപ്പോൾ സമുദ്രത്തിൽ, അതായത് സീയിലെ എന്താ പറയുക, ഉൽപാദകരാണ് ഈ പറഞ്ഞ പ്ലവകങ്ങൾ അല്ലെങ്കിൽ ആൽഗീസ് എന്ന് പറയുന്നത്. ഇനി എത്രയെത്ര ആഹാരബന്ധങ്ങൾ. നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെക്കുറിച്ച് ദിവസം തുടർച്ചയായി നിരീക്ഷിക്കൂ. ഒരു മരത്തിനെ കുറച്ച് ദിവസമായിട്ട് നിരീക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് മരത്തിൽ നിങ്ങൾ നിരീക്ഷിച്ച ജീവികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു ആഹാര ശൃംഖലാജാലം ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ. എന്നിട്ടൊരു ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് അവർക്ക് ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത്. നിലനിൽപ്പിനായി, ഇനി അടുത്തൊരു ടോപ്പിക്കാണ്. കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? അപ്പോൾ ഒരു മത്സ്യത്തിന് എന്തൊക്കെ വേണം? വെള്ളം വേണം, പിന്നെ അതേപോലെ ഓക്സിജൻ വേണം, അല്ലേ? ഇപ്പോൾ സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം. കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരം തിരിച്ച് പട്ടികപ്പെടുത്തൂ. ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിൽ ഒരു പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ. അതെ, ഒരുപാട് ജീവികളൊക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു ജീവികളുടെയും ആവാസം. അപ്പം മത്സ്യം മാത്രമല്ല, ബാക്കിയുള്ള ജീവികളുടെ ഒരു ആവാസവാസമാണ്, അത് ഹാബിറ്റാറ്റ്. ഇതുപോലെ മറ്റേതെല്ലാം ആവാസങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്? നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ. ഗാർഡൻ കുട്ടികളെ കാണിച്ച് അതിനെ പറ്റിയിട്ട് പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനില്ലാത്ത ഘടകങ്ങളെ ആശ്രയിച്ചു മാത്രമേ ജീവനുള്ളവയ്ക്ക് നിലനിൽക്കാനാവൂ. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം? നിരീക്ഷണ ഉദ്ദേശം, സാമഗ്രികൾ ആവശ്യമെങ്കിൽ അതൊക്കെ കൊടുത്തേക്കുന്ന ആക്ടിവിറ്റി കേട്ടോ. ഇനി ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസമുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ആവാസം എന്നതിന് നിർവചനം രൂപീകരിക്കൂ. അതായത് നമുക്കതിനകത്ത് എന്താ വേണ്ട? ഓരോ ജീവിക്കും അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് വേണ്ട പോയിന്റ്. സോ നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്തൂ. ചിത്രം നോക്കൂ. ഏതെല്ലാം ആവാസങ്ങളാണ് കാണുന്നത്? ഇവിടെ എന്താ, ഒരു ഡെസേർട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു മൗണ്ടൻ ഹിൽസ് കാണിച്ചിട്ടുണ്ട്, മാംഗ്രോവ്സ് കാണിച്ചിട്ടുണ്ട്, അതേപോലെ ഒരു സ്നോ പോളാർ റീജിയനും കാണിച്ചിട്ടുണ്ട്, അല്ലേ? ഇതൊക്കെ ഓരോ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകളാണെന്നാണ് പറയുന്നത്. പുൽമേടുകൾ, മരുഭൂമി, അങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ആഹാര കാർഡ്. 2 ജീവികളുടെ ആഹാര കാർഡാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ജീവി കാക്ക. ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ജീവി ആട്. ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇതുപോലെ 2 ജീവികളുടെ കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖലാജാലം പരിശോധിക്കൂ. ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഏതെല്ലാം ജീവികളുടെ എണ്ണം വർദ്ധിക്കും? മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ക്വസ്റ്റ്യൻ തന്നേക്കുവാ, നമ്മൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പോൾ കടുവയുടെ എണ്ണം കുറയുവാണെന്നുണ്ടെങ്കിൽ എന്താ, മാനുകളുടെ എണ്ണം കൂടും, അല്ലേ? അങ്ങനെ മാനുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താ, അവർ ഇഷ്ടം പോലെ പുല്ലുകളും കാര്യങ്ങളും തിന്നാൽ പുല്ലുകൾ അവിടെ കുറയും. പുല്ലുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെയിനായിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാതായി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഓക്സിജൻ ആ ഒരു താളം തന്നെ തെറ്റുമല്ലേ. അപ്പോൾ ആ ഒരു ഫുഡ് വെബിൽ വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് അവിടെ പറയുന്നത്. എന്തുകൊണ്ട് കടുവ സംരക്ഷണം? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽ പെടുന്ന ജീവിയാണ് കടുവ. അപ്പോൾ ഈ ഒരു ഫുഡ് വെബിൽ ഏറ്റവും ഹൈ ഓർഡറിൽ നിൽക്കുന്ന ആളാണ് ആര്? കടുവ.
ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. അതായത് ഒരു ഫുഡ് വെബിൽ അതിനകത്തുള്ള ഓരോ കമ്പോണൻസിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്, അതിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. അതായത് ഈ പറഞ്ഞ ഫുഡ് വെബിൽ ഏറ്റവും ലോയിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത്ര വലിയ കാര്യത്തിൽ അഫക്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിലും കടുവയെ പോലെയുള്ള ജീവികൾ ഇല്ലാതായാൽ, അതായത് ഹൈ ഓർഡറിലുള്ളവരില്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ ഒരു ഫുഡ് വെബിന് ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ ഏറ്റവും ഹൈ ഓർഡറിൽ നിൽക്കുന്നവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. നമുക്ക് ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണുന്നതാണ് ആഫ്രിക്കൻ മുഷി. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർക്കാം. ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്ന ഒരു ഇനമാണ് ഈ പറഞ്ഞ ആഫ്രിക്കൻ മുഷി. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവയെ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. അപ്പം നമ്മുടെ ഇവിടെയുള്ള ജലാശയത്തിലുള്ള മത്സ്യങ്ങളെ ഈ പറഞ്ഞ പുറത്തുനിന്ന് വന്ന ഇവൻ ഇല്ലാതാക്കും. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. പക്ഷേ ഈ ആഫ്രിക്കൻ മുഷീനെ തിന്നുന്ന വേറെ ജീവിയൊന്നും നമ്മുടെ ജലാശയങ്ങളിൽ ഇല്ല. അപ്പം നമ്മുടെ നാട്ടിലെ കുളത്തിലേക്ക് ആഫ്രിക്കൻ മുഷി എത്തിയാൽ ആവാസവാസത്തിന് എന്ത് സംഭവിക്കും? നമ്മുടെ കുളത്തിലുണ്ടായിരുന്ന നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം ഇല്ലാതാകും, അല്ലെ? എന്നിട്ട് ഇവർ മാത്രം അവിടെ നിറയും. നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും അധിനിവേശ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടോ എന്ന് കണ്ടെത്തൂ. അവ മറ്റു സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടെത്തി അവതരിപ്പിക്കും. അപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്? ഏതെല്ലാം ജന്തുക്കൾ, ഏതെല്ലാം സസ്യങ്ങൾ ഇവിടെയുണ്ട്, എവിടെ നിന്നെല്ലാം വിവരങ്ങൾ നമുക്ക് മുതിർന്നവരിൽ അത് കുട്ടികൾക്ക് കൊടുത്തേക്കുന്നൊരു പ്രൊജക്റ്റ്. ഓക്കെ. ദെൻ ആഹാരബന്ധം. ആഹാര ശൃംഖലാജാലം എന്തായിരുന്നു? ഫുഡ് വെബ്, അല്ലേ? അപ്പോൾ അത് ഇവിടെ തന്നിട്ടുണ്ട്. പലതരം ആഹാരബന്ധങ്ങൾ മുകളിലെ ചിത്രങ്ങളിലുണ്ട്. ഇതിൽ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ്, അത് ഒറ്റ ഇതിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത്തരത്തിലുള്ള അതുപോലത്തെ കൂടുതൽ ഒരു ഫുഡ് ചെയിൻസ് അവരോട് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആഹാര ശൃംഖലാജാലം എന്തായിരുന്നു? ഫുഡ് വെബ്. അപ്പോൾ ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ. ശൃംഖലാജാലം ഫുഡ് വെബ്, ആഹാര ശൃംഖല ഫുഡ് ചെയിൻ. ഒറ്റ ബന്ധം മാത്രമുള്ളത് ഫുഡ് ചെയിൻ. എഴുതിയ ആഹാര ശൃംഖലകൾ അവർക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുക. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് വിഭാഗത്തിൽ നിന്നാണ്? ഏത് ജീവിയിൽ നിന്നാണ്? നമ്മുടെ പ്ലാന്റ്സിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്ലാന്റ്സിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓട്ടോട്രോപ്സ്. അവയുടെ നിലനിൽപ്പിനും ആഹാരം ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. പ്ലാന്റ്സ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് വഴിയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അവയ്ക്ക് എവിടെ നിന്നാണ് ആഹാരം ലഭിക്കുന്നത്? അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാശ സംശ്ലേഷണം. ഇനി ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. നോക്കൂ, ഇവിടെ പ്രകാശ സംശ്ലേഷണം തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെടികൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ നമ്മുടെ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് കളയുന്ന പ്രക്രിയയാണ് ജലവും അവിടെ വിഘടനം, ജലത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തു നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളേ. ഇനി ഊർജ്ജം ലഭിക്കാൻ. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏതു ഭാഗം വഴിയാണ്? നമുക്കറിയാം, അല്ലേ? പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇലകളിലൂടെയാണ് കൂടുതൽ കിട്ടുന്നത്. തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ ഇലകളുടെ ക്രമീകരണം നോക്കൂ. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ട്. ഒരേപോലെയാണോ? അല്ല, പല രീതിയിലാണല്ലേ. ചെമ്പരത്തി തന്നിട്ടുണ്ട്, തുളസി തന്നിട്ടുണ്ട്, ഏഴിലമ്പാല തന്നിട്ടുണ്ട്, ആൽസ്റ്റോണിയ, ഏഴിലമ്പാല. നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടങ്ങളാക്കൂ. ഈ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് അവർക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ഇലകൾ
കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഈ രീതിയിലുള്ളതൊക്കെ. ഇലപ്പച്ചയ്ക്കു പിന്നിൽ. ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ. എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. നിങ്ങളുടെ പരിസരത്തു നിന്നും വ്യത്യസ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ. ശേഖരിച്ച ഇലകൾ ബ്ലോട്ടിംഗ് പേപ്പറിൽ ഉരച്ചു നോക്കൂ. സസ്യത്തിൻ്റെ പേരും ഇലയുടെ നിറവും ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും പട്ടികപ്പെടുത്തൂ. അവർ കൊടുത്തേക്കുന്ന ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ കുട്ടികൾക്കുണ്ട്. പല നിറം. നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം പരീക്ഷിക്കൂ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ? പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ. മറ്റു നിറങ്ങൾക്ക് കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാം? ചുവപ്പാണെന്നുണ്ടെങ്കിൽ എന്താ? ആന്തോസയാനിൻ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കരോട്ടിൻ, മഞ്ഞയാണെന്നുണ്ടെങ്കിൽ സാന്തോഫിൽ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഡിഗ്രി PG ഒക്കെ പഠിച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം. എന്നാലും നമ്മളൊന്ന് വായിച്ചു വെക്കണം. ഇനി വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത്? അപ്പം അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കിക്കുക. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞ് ഓക്സിജൻ, പിന്നെ ബാക്കി വരുന്നതൊക്കെ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ. ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. സസ്യങ്ങൾക്കും ഊർജ്ജം ആവശ്യമില്ലേ? ആവശ്യമുണ്ടല്ലോ. ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിലും ശ്വസനം നടക്കേണ്ടതില്ലേ? സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ ആണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നുണ്ട്. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കൂ. അത് സ്റ്റൊമാറ്റ നോക്കുകയാണ് അവർ. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? നമ്മുടെ മൈക്രോസ്കോപ്പ്. അപ്പം ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തു പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അത് സ്റ്റൊമാറ്റയിലൂടെയാണ്. ഇനി ചിത്രീകരണം ശ്രദ്ധിക്കൂ. പകൽ സമയത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നുണ്ട്, ശ്വസനം, പ്രകാശ സംശ്ലേഷണമൊക്കെ നടക്കുന്നു. രാത്രിയിൽ നോക്കുമ്പം ഓക്സിജനും യൂസ് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്, ശ്വസനം നടക്കുന്നുണ്ട്, പക്ഷേ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. ജസ്റ്റ് ഒരു രാവിലെയും രാത്രിയിലും ചെടിയിൽ എന്ത് നടക്കും എന്നുള്ളത് കാണിച്ചേക്കുന്നതാണ്. ആതിഥേയനും അതിഥികളും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. അതെ. ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു, പക്ഷേ എനിക്കിരിക്കാൻ സ്ഥലം വേണം. ഞാൻ മൂടില്ലാത്താളി. മൂടില്ലാത്താളി ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ മൂടില്ലാത്താളി, ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷക ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത്തിൽ കണ്ണി, ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണങ്ങളും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അതായത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളതുണ്ട്. അതായത് നമ്മുടെ പാരസൈറ്റ്, പിന്നെ അതേപോലെ അങ്ങനത്തെ കുറച്ച് അസോസിയേഷൻസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മലയാളത്തിൽ നമ്മൾ പഠിക്കണം. നമുക്ക് നോക്കാം. മൂടില്ലാത്താളി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണേ. മാവ്, ഇത്തിൽക്കണ്ണി, മൂടില്ലാത്താളി, മരവാഴ എന്നിവരുടെ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഇവരിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നവർ ആരെല്ലാമാണ്? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ഈ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതിയിലാണ്. എന്നാൽ ജലം ലഭിക്കുന്നതോ? മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? മാവിന് വേരുണ്ട്, വലിച്ചെടുക്കും അല്ലേ? മരവാഴയ്ക്കും ഇത്തിൽക്കണ്ണിക്കും എങ്ങനെയായിരിക്കും? മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കൂ. ഇതാണ് നമ്മുടെ മരവാഴ മരത്തിലൊക്കെ കാണുന്നത്. 2 തരം വേരുകൾ കാണുന്നില്ലേ? എന്താണ് ഈ വേരുകളുടെ ധർമ്മം? വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത്? അതുപോലെ തന്നെ വെളുത്ത നിറത്തിൽ കാണുന്ന കട്ടി കൂടിയ വേരുകൾ നിൽക്കുന്നത് നോക്കിക്കേ. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മരവാഴയുടെ പ്രത്യേകത എന്താ? അതിന് ചെറിയ വേരുകൾ അതിന് മരത്തേൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ബാക്കി വലിയ വേര് അന്തരീക്ഷം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അതായത് വേറെ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഈ വാസസ്ഥലം, അവർക്ക് ജീവിക്കാൻ ഒരു സ്ഥലം വേണം അതിന്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു.
ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എപ്പിഫൈറ്റ് എന്താണെന്നുള്ളത് ഓർക്കുക, അതായത് വേറൊരു ജീവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർ. ഇപ്പോൾ ഒരു മരത്തിൽ പോയി പറ്റിപ്പിടിച്ചിരുന്ന് ജീവിക്കുമല്ലോ, അപ്പോൾ അവർക്ക് വാസസ്ഥലം വേണം, അങ്ങനെയുള്ളവരാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കൂ. എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാകുമോ? ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ ചിത്രം നോക്കുക. ഇത്തിൽക്കണ്ണി തന്നിട്ടുണ്ട്, അതിൻ്റെ വേരും തന്നിട്ടുണ്ട്. വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽക്കണ്ണിക്ക് എന്താണ് ഗുണം? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതകൾ എന്ന് പറയുന്നു. ആ ഒരു ടേമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മൾ ഓർത്തിരിക്കണം. മറ്റത് എന്തായിരുന്നു? നമ്മുടെ മരവാഴ എന്ന് പറയുന്ന എപ്പിഫൈറ്റ് ആയിരുന്നു അല്ലേ? അതിന് എപ്പിഫൈറ്റ് എന്ന് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ സെമി പാരസൈറ്റ്, അതായത് ആതിഥേയ സസ്യത്തിൽ നിന്ന് അവർ എവിടെയാണോ ഇരിക്കുന്നത് ആ സസ്യത്തിൻ്റെ ജലവും ലവണവും വലിച്ചെടുത്തിട്ടാണ് ഇത്തിൽക്കണ്ണി ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തിൽക്കണ്ണിന് സെമി പാരസൈറ്റ്, അതായത് എന്താ, അർദ്ധപരാതകൾ. ആ ഒരു ടേം ഒന്ന് ഓർത്തിരിക്കുക, അർദ്ധപരാതകൾ, സെമി പാരസൈറ്റ്. അർദ്ധപരാതകൾ, സെമി പാരസൈറ്റ്, അർദ്ധപരാതകൾ, സെമി പാരസൈറ്റ്, അത് പഠിക്കുക. ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നിരീക്ഷിക്കൂ. എന്താണ് അതിൻ്റെ നിറം? ഇലകൾ കാണുന്നുണ്ടോ? മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയുമോ? മൂടില്ലാത്താളി എന്ന് പറയുന്ന ഒരു മഞ്ഞ കളറിൽ ചുമ്മാ വള്ളി പോലെ കാണുന്നൊരു ചെടിയാണ്. PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണിത്. അതിൻ്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത്? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതക, അതായത് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നു. മറ്റത് എന്താ, സെമി പാരസൈറ്റ് ആയിരുന്നു. അപ്പം അർദ്ധപരാതകൾ എന്നായിരുന്നു പറഞ്ഞത്. ഇത് ഫുൾ പാരസൈറ്റ് ആയിരുന്നു. അപ്പോൾ അതായത് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പൂർണ്ണപരാതകൾ, അർദ്ധപരാതകളും ഉണ്ട് പൂർണ്ണപരാതകളും ഉണ്ട്. അർദ്ധപരാതകൾ എന്ന് പറയുമ്പോൾ സെമി പാരസൈറ്റും, പൂർണ്ണപരാതകൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഫുൾ പാരസൈറ്റും. അപ്പം ഒരു പൂർണ്ണപരാതകൾക്കുള്ള എക്സാമ്പിളാണ് എന്ത്, മൂടില്ലാത്താളി. അർദ്ധപരാതകൾക്കുള്ള എക്സാമ്പിളാണ് നമ്മുടെ ഇത്തിൽക്കണ്ണി. ഓക്കെ, നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പരാശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചുവപ്പ് നിറത്തോടു കൂടിയുള്ള ഇലകളുടെ സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. അത് അവർക്ക് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ SCRT സീരീസിൽ വന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കുവാണ്. എല്ലാവർക്കും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടാണ്, യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് പോയിൻറ്റ്സൊക്കെ നമുക്ക് കിട്ടിയല്ലേ. സെമി പാരസൈറ്റ്സ്, അതുപോലെ തന്നെ എപ്പി പാരസൈറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ടോട്ടൽ പാരസൈറ്റ്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. മൂടില്ലാത്താളിയൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് PSCക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇതുപോലെ ടെക്സ്റ്റ് ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. കുത്തിയിരുന്ന് പഠിക്കാമെന്നുള്ള സമയം ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് വായിക്കുകയും ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇങ്ങനെയുള്ള LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.